ഭക്ഷണത്തിൻ്റെ ഇബ്രാഹിം അജിക്കയെ കുറിച്ച് പറയുമ്പം അജിക്ക നമ്മളുടെ ഒരു പ്രവർത്തകനെ പോലെ ഇവിടെ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ്. കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണം തന്നെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം അല്ലേ ഇബ്രാഹിം അജിക്ക? ഭക്ഷണം പറഞ്ഞാൽ കേരളത്തിൽ കാസർഗോഡ് ജില്ല അടിക്കുന്ന ഭക്ഷണം കിട്ടൂല. അത് നമുക്ക് 4-ാം തീയതി കണ്ടറിയാം, 8-ാം തീയതി. ആജിക്കയുടെ ഒരു ശൈലി, ഈ സംസാരം തന്നെയാണ് ഒരു കാസർഗോഡൻ സംസാരത്തിൽ ഏറ്റവും തമാശയും നർമ്മവും ഒക്കെ അദ്ദേഹത്തിലുണ്ട്. ആ ഒരു വ്യത്യസ്തത ഭക്ഷണത്തിന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? പിന്നെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് അടിക്കുന്ന ഭക്ഷണം ഇവിടെ കിട്ടുമോ? തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ബിരിയാണിയാണത്, അടിച്ച് പറയും. ഏതായിരുന്നാലും നമ്മുടെ പന്തലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ 2 മാസമായി ഇതിൻ്റെ ഓരോ എസ്റ്റിമേറ്റ് തുകയും അതുപോലെ ആദ്യമായി അതിൻ്റെ ഇത് ഫുള്ളായിട്ടുള്ള ഇതിൻ്റെ മാപ്പ്, സ്ഥലത്തിൻ്റെ മാപ്പാണ് സംസ്ഥയുടെ 2ാമത്തെ സ്വാഗത സംഘത്തിൻ്റെ സമ്മേളനത്തിൽ വെച്ചിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥയുടെ മേൽഘടകം അതിന് നല്ലൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എക്സ്പോന് വേണ്ടിയും ഒരു 10 ദിവസത്തെ എക്സ്പോ ഉണ്ട് നമ്മുടെ സമ്മേളനത്തോട് അനുബന്ധിച്ചിട്ടുള്ള, അതിനുള്ള ഒരു എസ്റ്റിമേറ്റ്, അതുപോലെ ക്യാമ്പിനുള്ള എസ്റ്റിമേറ്റ്, പൊതുസമ്മേളനത്തിലുള്ള എസ്റ്റിമേറ്റ്, 3 ഷെഡ്യൂൾ പ്രകാരമാണ് ഈ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ ക്യാമ്പിൻ്റെ കോൺട്രാക്ടറായി ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളത് ഗ്രീൻ ഹൂപ്പർ എന്ന മലപ്പുറമുള്ള സ്ഥാപനമാണ്. അവർക്കാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അവർ എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി ആരംഭിക്കും. നമുക്ക് ജനുവരി 27-ാം തീയതി ഇതിൻ്റെ കംപ്ലീറ്റ് ക്യാമ്പിൻ്റെ നമുക്ക് ലൈറ്റിങ്ങും ബാക്കിയുള്ള എല്ലാം അവർ ടെസ്റ്റ് ചെയ്ത് തരണം എന്നാണ് അവരോട് അറിയിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് പ്രകാരം അവർ ചെയ്യും. നമുക്ക് ഫെബ്രുവരി 4 മുതലാണ് ഇതിൻ്റെ ക്യാമ്പിൻ്റെ ഇവിടെ തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് അത് പ്രകാരം നമുക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. അതിനെല്ലാവരുടെയും പ്രാർത്ഥനയും ആത്മാർത്ഥമായുള്ള പ്രവർത്തനം വേണ്ടി വരും. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ സഹകരണം പ്രതീക്ഷ കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇപ്പോൾ ചെറിയൊരു മഴ കോളൊക്കെ ഇവിടെയുണ്ട്.